ക്രിക്കറ്റിലെ ശാന്തശീലനും എന്താ പറയാ ജനങ്ങളുടെ ഇന്ത്യക്കാരെ മൊത്തം മനം കവർന്ന ഒരു ക്രിക്കറ്ററാണ് ന്യൂസിലൻഡ് മുൻ ക്യാപ്റ്റൻ ന്യൂസിലൻഡിന്റെ ഇതിഹാസവുമായ കെയ്ൻ വില്യംസൺ. അദ്ദേഹം ഇന്നലെ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു. രണ്ടാം ടെസ്റ്റ് ഇംഗ്ലണ്ടിനെതിരെ നടക്കാനിരിക്കെയാണ് റിട്ടയർമെന്റ് എന്നത് ഒരു യാദൃശ്ചികം മാത്രം. ന്യൂസിലൻഡ് എന്താ പറയാ ക്രിക്കറ്റ് ഹിസ്റ്ററിയിലെ ഏറ്റവും മികച്ച ഒരു ക്യാപ്റ്റനും അതുപോലെ അവരെ ഏറ്റവും മികച്ച ഒരു ബാറ്ററായിരുന്നു കെയ്ൻ വില്യംസൺ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അദ്ദേഹത്തിന്റെ കൂട്ടാളി റോസ് ടെയ്ലർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റിട്ടയർ ചെയ്തിരുന്നു. ഇരുവരും ചേർന്ന് ന്യൂസിലാൻഡിന് ഒരു കാലഘട്ടത്തിൽ നൽകിയിരുന്ന ഒരു ഹൈപ്പ് ഉണ്ട്. ടെസ്റ്റിൽ ഇരുവരും ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഏത് ബോളർ, ഏത് കൊലകൊമ്പൻ ബോളർ വിചാരിച്ചാൽ പോലും അങ്ങനെ അവരെ വിക്കറ്റിന് മുന്നിൽ കൊടുക്കാനോ അവരെ സ്റ്റമ്പ് കുറ്റിയെടുക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല. അത്ര മനോഹരമായി ഡിഫൻസീവ് ഷോട്ട്സും അതുപോലെ തന്നെ വേണ്ട സമയത്ത് റൺസ് എടുത്ത് റണ്ണിങ്ങിലൂടെ റൺസ് എടുത്ത് അതുപോലെ ബൗണ്ടറി നേടാനും ഗ്യാപ്പ് നോക്കി കളിക്കാനും ടൈമിങ് ഏറ്റവും ദൈവം കൊടുത്ത ടൈമിംഗ് ഒക്കെ യൂസ് ചെയ്ത് കളിക്കുന്ന രണ്ട് പ്ലേയേഴ്സ് ആയിരുന്നു. അതിൽ അവസാന പ്ലെയറായ കെയ്ൻ വില്യംസൺ ഇന്നലെ റിട്ടയർ ചെയ്യാണ്. ഇതോടുകൂടി ന്യൂസിലൻഡ് ക്രിക്കറ്റിന് വലിയൊരു തിരിച്ചടിയാണ് ഞാൻ പറയുകയാണെങ്കിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം ന്യൂസിലൻഡിൽ ഇപ്പൊ ഇതുപോലെ ക്ഷമയോടുകൂടി ബാറ്റ് ചെയ്യാൻ ടെസ്റ്റിൽ നിന്ന് ബാറ്റ് ചെയ്യാനുള്ള താരങ്ങൾ അപൂർവം മാത്രമേ ബാക്കിയുള്ളൂ. ടോം ലേതം, അങ്ങനെ എന്താ പറയാ ഡെവോൺ കോൺവേ, അങ്ങനെ അപൂർവം ഒന്നോ രണ്ടോ പ്ലേയേഴ്സ് മാത്രമേ ഇനി ഇങ്ങനെ പിടിച്ചു നിന്ന് ഏത് പിച്ചിലും പിടിച്ചു നിന്ന് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ടാലന്റുള്ള പ്ലേയേഴ്സ് ഉള്ളൂ. എന്നിരുന്നാലും കെയ്ൻ വില്യംസിന്റെ അടുത്തെത്താൻ ഇവർക്ക് സാധിക്കില്ല. കാരണം കെയ്ൻ വില്യംസൺ ഒരു മികച്ചൊരു ക്യാപ്റ്റൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ശാന്തശീലനും സൗമ്യനുമാണ്. അതാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത് വേറെ ക്രിക്കറ്റേഴ്സിൽ നിന്ന്. ഒരു പ്രഷറും ഇല്ലാതെ കൂൾ മൈൻഡഡായി MS ധോണി കളിക്കുന്ന പോലെ കളിക്കുന്ന ഒരു പ്ലെയറാണ് നമുക്കറിയാം കെയ്ൻ വില്യംസൺ. ഇന്നലെ അദ്ദേഹം മുമ്പ് തന്നെ ODIയിൽ നിന്നും എന്താ പറയുക 2020യിൽ നിന്നൊക്കെ റിട്ടയർഡ് ചെയ്തിരുന്നു. ടെസ്റ്റിൽ ഫോക്കസ് ചെയ്യാനായിരുന്നു അത്. ടെസ്റ്റിൽ അദ്ദേഹം 2010 മുതലാണ് ന്യൂസിലൻഡിന് വേണ്ടി കളിച്ചു തുടങ്ങുന്നത്. നീണ്ട 16 വർഷത്തെ കരിയറാണ് അദ്ദേഹത്തിനുള്ളത്. 110 മത്സരങ്ങളിൽ നിന്ന് 9515 റണ്ണാണ് അദ്ദേഹത്തിന്റെ സംഭാവന. എന്ന് ആലോചിച്ച് നോക്കിയേ, 9515 റൺ ഒരു രാജ്യത്തിന് വേണ്ടി 16 വർഷം കൊണ്ട് നേടാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. അതും ക്യാപ്റ്റനായിട്ടുണ്ട്. ക്യാപ്റ്റൻസിയിലെ മികച്ച റെക്കോർഡാണ് കെ വില്യംസിനുള്ളത്. അദ്ദേഹത്തിന്റെ ആവറേജ് എത്രയാണെന്നൊരു ബാറ്റിംഗ് ഇപ്പൊ വിരമിക്കുമ്പോൾ 54.1. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഈ ആവറേജ് ഉള്ള ഒരു പ്ലെയർ ഇപ്പൊ ഉള്ളൂ. ഇത്ര ഹയസ്റ്റ് അത് കെയ്ൻ വില്യംസനാണ്. രണ്ടാമത് ജോ റൂട്ടാണ്, 52 ആവറേജ് ജോ റൂട്ടിന്. ജോ റൂട്ടും ഇംഗ്ലണ്ടിന് വേണ്ടി ഈ സീരീസിൽ ന്യൂസിലൻഡിനെതിരെ കളിക്കുന്നുണ്ട് എന്നതും ഈ ഒരു യാദൃശികമാണ്. കാരണം നമ്മൾ ഫാബ് 4 ആണ് എപ്പോഴും പറയാറ്. ജോ റൂട്ട്, സ്റ്റീവ് സ്മിത്ത്, കെയ്ൻ വില്യംസൺ, വിരാട് കോഹ്ലി. ഈ ഫാബ് 4 ആണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റിൽ മനോഹരമായി ഇന്നിങ്സ് കളിക്കാൻ ബിൽഡ് ചെയ്യാനൊക്കെ കഴിവുള്ളവരായിരുന്നു. ഇനിയിപ്പോൾ അത് ഫാബ് 2 ആയി മാറുകയാണ്. കാരണം ഓൾറെഡി വിരാട് കോഹ്ലി വിരമിച്ചു കഴിഞ്ഞിരിക്കുന്നു ടെസ്റ്റിൽ നിന്ന്. ഇതായിപ്പോ കെയ്ൻ വില്യംസിനും കൂടി പടിയിറങ്ങുമ്പോൾ ഇനി അവശേഷിക്കുന്നത് സ്റ്റീവ് സ്മിത്തും ജോ റൂട്ടും മാത്രമാണ്. പക്ഷേ ജോ റൂട്ട് ഇപ്പോൾ വരെ ഫോമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റീവ് സ്മിത്തിന്റെ കാര്യം അങ്ങനെയല്ല, ഇടയ്ക്ക് ഫോം പോകുന്നുണ്ട്. സ്റ്റീവ് സ്മിത്തും റിട്ടയർമെന്റിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്ന് നമുക്കൊരു സംശയം ഉദിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എന്നിരുന്നാലും കെയ്ൻ വില്യംസൺ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഏതൊരു ഇന്ത്യക്കെതിരെയുള്ള ഇന്നിങ്സ് മാത്രമല്ല, ഏത് രാജ്യത്തിനെതിരെ കളിക്കുമ്പോൾ സമാധാനത്തോടുകൂടി എന്നാൽ തന്റെ വിക്കറ്റ് ഒരിക്കലും നമ്മുടെ ഇന്ത്യയിലെ ചേതേശ്വർ പൂജാര, രാഹുൽ ദ്രാവിഡ് പോലെയായിരുന്നു ന്യൂസിലൻഡിന് കെയ്ൻ വില്യംസൺ. കാരണം അത്ര ക്ഷമയോടുകൂടി ക്രീസിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഗ്യാപ്പുകൾ നോക്കി ബൗണ്ടറി പായിക്കാനും ഒരു സ്പെഷ്യൽ ടാലന്റഡ് ബാറ്റ്സ്മാൻ തന്നെയായിരുന്നു കെയ്ൻ വില്യംസൺ. പിന്നെ തന്റെ സഹതാരങ്ങൾക്ക് അദ്ദേഹം പകർന്നു നൽകുന്ന ഒരു എന്താ പറയാ ബൂസ്റ്റിംഗ് ഒരു ഇതുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ശാന്തശീലത കൊണ്ട് എങ്ങനെ നമുക്ക് കളി ജയിക്കാം. ഒരു കൂൾ ഫിനിഷർ അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. എന്താ പറയാ ന്യൂസിലൻഡിന്റെ 1 ഡൗൺ പ്ലെയറും അതുപോലെ ഇടയ്ക്ക് 2 ഡൗൺ ഒക്കെ ആയിട്ടാണ് അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. ഏതൊക്കെ പൊസിഷനിൽ കളിച്ചിട്ടുണ്ട് അവിടെ എല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് സ്പെഷ്യൽ കവർ ഡ്രൈവുകൾ ഉണ്ട്. അത് എന്താ പറയാ അസാമാന്യ ടൈമിങ്ങിലുള്ള കവർ ഡ്രൈവുകളാണ്. ഏത് ബോളർ വന്നാലും അത് അദ്ദേഹത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന രീതിയിൽ ഒരു കൂൾ ആൻഡ് കാം ബാറ്റിംഗ് ഒരു ടൈപ്പ് ആളായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ എന്നും നിഴലായിട്ടുണ്ടായിരുന്നത് റോസ് ടെയ്ലർ എന്നൊരു പ്ലെയർ കൂടിയായിരുന്നു ന്യൂസിലാൻഡിന്റെ. ഇരുവരും ചേർന്ന് എടുത്ത പാർട്ട്ണർഷിപ്സും റെക്കോർഡ്സും ഒന്നും തകർക്കാൻ ഇന്നും ലോകത്തിലെ മറ്റൊരു ബാറ്റ്സ്മാൻമാർക്കും പറ്റില്ല. കാരണം അത്ര ക്ഷമയോടെ കളിക്കുന്ന രണ്ടുപേരായിരുന്നു. റോസ് ടെയ്ലർ ഓൾറെഡി വർഷങ്ങൾക്ക് മുമ്പ് വിരമിച്ചിരുന്നു. ഇതായിപ്പോ അവരുടെ അവസാന വജ്രായുധം ന്യൂസിലാൻഡിന്റെ കെയ്ൻ വില്യംസിനും കൂടി വിരമിക്കുകയാണ്. പണ്ട് നമുക്കറിയാം ഇന്ത്യക്കെതിരെ ഒരു ന്യൂസിലാൻഡ് ഒരു ടെസ്റ്റ് പരമ്പരയ്ക്കൊക്കെ വരാന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുക കെയ്ൻ വില്യംസിന്റെ വിക്കറ്റ് ആദ്യം എടുക്കണം, എന്നിരുന്നാലേ ടെസ്റ്റ് ഇന്ത്യയുടെ കയ്യിലിരിക്കുമെന്നാണ്. കാരണം ഹോമിൽ മാത്രമല്ല അവേ ഗ്രൗണ്ടിലായാലും മികച്ച പ്രകടനം നടത്തുന്ന ഒരു സ്പെഷ്യൽ പ്ലെയർ ആണ് കെയ്ൻ വില്യംസൺ. നമുക്കറിയാം IPL കുറെ വർഷങ്ങളോളം ഇന്ത്യയിൽ കളിച്ച് പരിചയമുള്ള കെയ്ൻ വില്യംസന് ഇന്ത്യയിൽ ന്യൂസിലൻഡ് ടെസ്റ്റ് കളിക്കാൻ വരുമ്പോൾ ഏറ്റവും നന്നായി കളിക്കാൻ സാധിക്കുന്നതൊക്കെ അതുകൊണ്ടൊക്കെ ഞാൻ പിച്ച് നന്നായി അറിയും. ഇന്ത്യൻ പിച്ചസിനെ നന്നായി അറിയുന്ന ഒരു ന്യൂസിലൻഡ് പ്ലെയർ ആണ് എന്നതുകൂടി അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നുണ്ട്. പിന്നെ നമുക്കറിയാം അവസാന സീസണിൽ സൺറൈസേഴ്സിന്റെ മെന്ററായിട്ടാണ് അദ്ദേഹം തുടർന്നിരുന്നത്. ആ റോളിൽ അദ്ദേഹം ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ലക്നൌവിന് വേണ്ടി ഇത്രയും എന്താ പറയാ മെന്ററായിരുന്ന അദ്ദേഹത്തിന് അധികം ചെയ്യാൻ പറ്റിയില്ല ഈ സീസണിൽ. കാരണം ലക്നൗ അവസാനമാണ്
ഫിനിഷ് ചെയ്തത് IPL. എന്നിരുന്നാലും എന്നും കെയ്ൻ വില്യംസൺ നമ്മുടെ എല്ലാവരും ഓർമ്മകളിലുണ്ടാവും. ആ ഒരു ന്യൂസിലൻഡ് പ്ലെയർ, വെറ്ററൻ പ്ലെയർ, അങ്ങനെ തന്നെ വേണം പറയാൻ. ആ ഒരു തലമുറ അവസാനിക്കുകയാണ്. ധോണിയുടെയൊക്കെ തലമുറയിലെ അവസാന താരമാണ്. ഇനി അവശേഷിക്കുന്നത് നിസ്സാര കളിക്കാർ മാത്രം. മെയിൻ കളിക്കാരൊക്കെ വിരമിച്ചു. ഇപ്പോ ഇംഗ്ലണ്ടിന്റെ അലസ്റ്റർ കുക്ക്, ഇവരൊക്കെ ജോനാഥൻ ട്രോട്ട്, ഇവരൊക്കെ കറക്റ്റ് എന്താ പറയാ, ടെസ്റ്റിന് പറ്റിയ പ്ലെയർ, ഇയാൻ ബെൽ, ഇവരെ കളിയൊക്കെ ഇനി അവസാനിച്ചിരിക്കുന്നു. ഇപ്പൊ ന്യൂസിലാൻഡിന്റെ റോസ് ടൈലർ പോയി, ബ്രണ്ടൻ മക്കല്ലും പോയി. പക്ഷേ എന്താ പറയാ, ഇനി അവസാനമായിട്ടുണ്ടായിരുന്ന കെയ്ൻ വില്യംസനും നമുക്ക് പോയിരിക്കുന്നു. ഇനി കുറച്ച് പേര് മാത്രമേ അന്നത്തെ തലമുറയിൽ ബാക്കിയുള്ളൂ. എന്തായാലും കെയ്ൻ വില്യംസൺ താങ്കൾ നടത്തിയ ആ ഒരു അതിമനോഹരമായ തങ്ങളുടെ ഇന്നിങ്സ് ജീവിതത്തിൽ എന്താ പറയാ, വലിയൊരു ഇതാണ് അത് താങ്കൾ ന്യൂസിലാൻഡ് ക്രിക്കറ്റിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത്. ന്യൂസിലാൻഡ് ക്രിക്കറ്റിനെ വാനോളം ഉയർത്താൻ അങ്ങയുടെ ആ ഒരു ബാറ്റിംഗ് ശൈലിയും ആ സൗമ്യമായ രീതിയും ആ ചിരി, ഇതെല്ലാം ഒരു കാരണമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്ത്യൻ ഫാനായി ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീമുകളിലൊന്ന് ന്യൂസിലാൻഡാണ്. അതിനൊരു ഒന്നാമത്തെ റീസൺ തന്നെ കെയ്ൻ വില്യംസൺ ആണ്. സോ താങ്കളുടെ റിട്ടയർമെന്റ് ഏറെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അത് എന്താ പറയാ, സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണമെന്നല്ല പറയാം. അദ്ദേഹത്തിന്റെ ടെക്നിക്കലുകളൊക്കെ ചെറിയ രീതിയിൽ ആ ഒരു ഏജ് ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഫസ്റ്റ് ടെസ്റ്റ് കണ്ട ഫീൽ ചെയ്തിരുന്നു. എനിവേ, അദ്ദേഹത്തിന്റെ പുതിയ റോൾ എന്തായിരിക്കും എന്നുള്ള കാണാനുള്ള ആകാംക്ഷയിലാണ് നമ്മൾ ഓരോ ക്രിക്കറ്റ് ആരാധകരും. നോക്കാം അദ്ദേഹം എന്ത് റോളിലായിരിക്കും ഇനി വരാൻ പോകുന്നത്.